മണ്ണാർക്കാട് ബെസ്റ്റാണ്. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇന്ന് നമുക്ക് കഴിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. എങ്ങനെ ഉണ്ടാവും? ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓലപ്പുര റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് സീ ഫുഡാണ്. പക്ഷേ ആ സീ ഫുഡിനപ്പുറം നമ്മൾ വേറെ എന്തൊക്കെ നമുക്ക് കിട്ടും, സ്പെഷ്യലായിട്ട് എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ നമ്മളെ വിനോദമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. വിനോദേട്ടാ, അഭിനാണെന്ന് ഇന്ന് കംപ്ലീറ്റ് അഭിനാട്ടോ നോക്കണേ. കാരണം ഫോട്ടോസ് ആണെങ്കിൽ പോലും അഭിനാണെന്ന് കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കണത്. അപ്പൊ അഭിൻ എല്ലാതും പരിചയപ്പെടുത്തരുത്. അഭിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. ഈ കാണുന്ന അഭിൻ ബഗീര എന്ന് പറഞ്ഞിട്ടുള്ള ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഓണറാണ്. ഇവൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും അഭിൻ്റെ ഒരു കൈമുദ്ര അവിടെ ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് അഭിൻ്റെ അടുത്തേക്ക് ഞാൻ ഇന്നും വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം അഭിൻ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും വലിയൊരു പാത്രത്തിൻ്റെ അകത്ത് ഇത്രയും വലിയ കുറേ ഫിഷസ് കൊടുക്കുന്നുണ്ട്. അതിന് അഭിൻ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അഭിനാണ് സീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആവോലിയാണ്. ഇതാണ് പക്ഷെ ആവോലി എന്താ വെച്ചാൽ നമ്മൾ 2-3 പേരുള്ളൂ. ഓറാവും അതൊക്കെ എനിക്കെന്തായാലും അഭിൻ പറഞ്ഞാൽ മതി. അഭിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ടേസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോണത് അഭിൻ്റെ ഒറ്റ ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അഭിൻ്റെ ഒരു ഒറ്റ കൺസിഡറേഷനിലാണ് ഇന്ന് വീണ്ടും വന്നിട്ട് ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്യണത്. ഓക്കെ, ഞാൻ അന്ന് നമ്മൾ വന്നപ്പോൾ ഈ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഗ്ലാസ്സിൽ പൊതിഞ്ഞൊരു ടേസ്റ്റ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എനിവേ അഭിൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണോ അത് ഇവിടെ നിന്ന് പറയാം. ഫിഷ് വേണ്ട, നമ്മളൊരു കാര്യം ചെയ്യാം. ഐക്കോറുണ്ടല്ലോ അല്ലേ? ഐക്കോറ് പീസ് പിന്നെ ഒരു ഫുൾ ഫിഷും വേണം. അത് നിങ്ങൾ സെലക്ട് ചെയ്യും. അത് പറ്റില്ല. അഭിനാണ് ഇവിടെ നിന്ന് ഫുൾ ഫിഷ് ഏതെങ്കിലും ഒന്ന് അല്ല, സോറി, ക്യാമറയുടെ ബാക്കിലാണ് നിൽക്കുന്നത്. അവനറിയാം നന്നായിട്ട്. അപ്പം വാട്ട് എവർ ഒരു ഫുൾ ഫിഷ് എന്തായാലും വേണം. അത് നമ്മൾ വന്നിട്ട് കാര്യമല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ്? ഇതാണ് ആവോലി. ഈ ആവോലി എന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ പറയുന്ന ആവോലിനെ ഇന്ന് എടുക്കാൻ പോവാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ആവോലി എന്ത് ചെയ്യണം? പൊള്ളിച്ചാൽ പറയാം. ഇത് അതെ ഐക്കോറ ഫ്രൈ ചെയ്താണ്. ഓക്കെ, ഇത് പൊള്ളിക്കാം. ഓക്കെ, 3 മീൽസ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട്. അത് സ്പെഷ്യലായിട്ട് പറയണം. അത് കട്ട് ചെയ്തോ? കട്ട് ചെയ്യല്ലേ, പറയാം. അത് ഇഷ്ടപ്പെട്ട സാധനം ബീഫ് പറയും. സൂപ്പർ സാധനം. കട്ട് ചെയ്തിട്ടുണ്ടോ? കട്ട് ചെയ്തോ? ഇഷ്ടപ്പെട്ട സാധനം ഒന്നും കൂടെ പറയുമോ? ഞാനിവിടെ ഒരു മീനാണോ എണ്ണീട്ടില്ല, അത്രയും വട്ടം വന്ന് കഴിച്ചിട്ടുണ്ട്. മീനിനപ്പുറം ഒരു സാധനം ബീഫ് വരട്ട്. അത് സൂപ്പർ സാധനം ഫ്രണ്ട്സ്. ബീഫ് വരട്ടും കൂടെ അതും കൂടെ ഓർഡർ ചെയ്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കല്ല, അത് കഴിച്ച വേറെ ലെവലും അല്ലേ? അതാ കേട്ടല്ലോ, അളിയൻ പറഞ്ഞ് സെറ്റാണെന്ന്. ഓക്കെ.
ഓലിങ്ങനെ മറിച്ച് ഏതല്ലേ അവരല്ലേ അവിടെ വീഡിയോ എടുക്കും. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഓലപ്പുരയിലെ? ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ മണ്ണാർക്കാട് എവിടെയാണ് നല്ല ഒരു ഹോംലി ഫുഡ് കിട്ടാമെന്ന് അന്വേഷിക്കുമായിരുന്നു. സോ ഫൈനലി വി ഫൗണ്ട് ദിസ് പ്ലേസ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് വെർ വി ക്യാൻ ഹാവ് ഡിലീഷ്യസ് ഫുഡ്. ഒത്തിരി ഇഷ്ടമായി. ഞാൻ വർക്ക് ചെയ്യുന്നത് മാൽഡീവ്സിലാണെങ്കിലും ഇതുപോലത്തെ വെറൈറ്റി സീ ഫുഡ്സ് ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി ഫുഡായിരുന്നു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനി വരുമ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് വൺ ടൈം ഇവിടെ വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടേ മടങ്ങുന്നുള്ളൂ. മാൽഡീവ്സിലാണല്ലേ? അതെ, മാൽഡീവ്സ്. അവിടെ സീ ഫുഡ് ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്ന ഏരിയ ആണല്ലോ. നമുക്ക് അവിടെ ഓപ്ഷണൽ ആണ്. ഇത്രയും സീ ഫുഡ്സ് നമുക്ക് അവിടെ അവൈലബിൾ അല്ല. അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ട്യൂണ ഫിഷ് ആണ്, പിന്നെ റീഫ് ഫിഷ് ആണ്. ഇതുപോലെ വെറൈറ്റി ഫിഷസ് ഒന്നും തന്നെ അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, താങ്ക് യു. വെൽക്കം. എങ്ങനെയുണ്ടാ ഓലപ്പുരയിലെ ഫുഡ്? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഞാൻ സീ ഫുഡ് അധികം കഴിക്കുന്ന ആളല്ല, പക്ഷേ എന്നാലും എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട്.